നമസ്കാരം. വി ഡി സതീശന്റെ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് അഭിമുഖത്തിലൂടെ ഒരു കാര്യം വെളിവാകുകയാണ്. കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും എന്തുകൊണ്ട് താമര വിരിഞ്ഞു എന്നതിനുള്ള ഉത്തരമാവുകയാണ്. തൻ്റെ വിജയത്തിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ച് വി ഡി സതീശനോട് ചോദിക്കുമ്പോൾ തൻ്റെ റോൾ മോഡൽ നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂജനീയനായിട്ടുള്ള ഗുരു ഗോൾവാൾക്കർ പോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ റോൾ മോഡലാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനോട് തുറന്നു പറയുമ്പോൾ അത് ഒരു കണക്കിന് ഇംഗ്ലീഷ് അഭിമുഖമാക്കി തന്നെ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനെ അങ്ങോട്ട് പൈസ കൊടുത്ത് പെയ്ഡ് ഇന്റർവ്യൂ നടത്തിയത് എന്തിനെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പ്രീതിക്ക് പാത്രമാവുക എന്നുള്ള ഓപ്പറേഷൻ ലോട്ടസ് ആണെന്ന് പറയേണ്ടി വരികയാണ്. When Narendra Modi became the chief minister, what was his administrative experience? He was a party organizer, not even a senior parliamentarian. So our vision is very important. This is, I used to say to my business friends that this is just like doing business also. That we should have a plan. We have to, the main thing is the team building. Team building is very important. To selection of the right people around you, that shows your leadership. Then the project implementation, then the marketing. The business people are marketing their products, we are marketing ourselves. ചെവി തുറന്ന് കേട്ടല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന രാഷ്ട്രീയവും ഒരു ബിസിനസ്സാണ്. അതെങ്ങനെയാണ് നരേന്ദ്രമോദി നടപ്പാക്കിയെന്ന് ഞാൻ വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തെ നിരീക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ഞാൻ എൻ്റെ റോൾ മോഡലാക്കി, ഗോൾവാൾക്കറെ ഗുരുസ്ഥാനീയനുമാക്കി. അങ്ങനെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനം എങ്ങനെ കൂട്ടായിട്ടുള്ള പരിശ്രമം. കാര്യം സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ കുറെ കാലമായി അവർ ടൂളായി ഉപയോഗിച്ചത് സതീശനെയായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വാചകം കേട്ടപ്പോൾ ബോധ്യപ്പെട്ട് കാണും. നമ്മൾ ഉദ്ദേശിച്ച പൊളിറ്റിക്സ് ജനങ്ങൾക്കിടയിൽ ബ്രാൻഡ് ചെയ്യുക, അതൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് പോലെ തന്നെയാണ്. ഏത് നേരത്തെയും ആവർത്തിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്, സതീശൻ 916 ഒരു മണി ചെയിൻകാരനായിരുന്നു എന്നുള്ള കാര്യം. അത് പറഞ്ഞതാരാണ്? സിമി റോസ്ബെൽ എന്നുള്ള കോൺഗ്രസ്സുകാർ തന്നെയാണ്. അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് ഇതുവരെ എത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറുക്ക് വഴികളിലൂടെ നാക്കുപയോഗിച്ച് വിദഗ്ധമായി ബ്രാൻഡ് ചെയ്യപ്പെട്ട് കടന്നു വന്നതാണ്. അതിന് കേവലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്തായിരുന്നു? അദ്ദേഹം ഒരു പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. താനും അങ്ങനെ തന്നെയാണ്. തനിക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം താൻ തൻ്റെ റോൾ മോഡലായി നരേന്ദ്രമോദി എടുത്തതിന് ശേഷം തൻ്റെ രാഷ്ട്രീയം ഒരു ബിസിനസ് പോലെ, ഒരു പ്രോഡക്റ്റ് പോലെ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വിദഗ്ധമായി അവതരിപ്പിക്കേണ്ടത് അത് അവതരിപ്പിച്ചു. അവരുടെ ഇടയിൽ കൺവിൻസ് ചെയ്യിച്ചു, അവരെ വീഴ്ത്തി ഞാൻ അവിടെ എത്തി. ഇനി അക്കാര്യം നരേന്ദ്രമോദി കൂടി ഒന്ന് അറിയണം. എന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ഞാൻ ഒരു സംഘപരിവാർ മനസ്സുള്ള വ്യക്തിയാണ്, മോഡി ആരാധകനാണ്, ഗോൾവാൾക്കർ ചിത്രത്തിന് പോലും മുന്നിൽ താണു അടങ്ങിയിട്ടുള്ള പാരമ്പര്യമുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം നമുക്കിടയിൽ വലിയ വിദ്വേഷത്തിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ ആളാണെന്ന് അദ്ദേഹത്തിന് ഷോർട്ട് കട്ടിലൂടെ നരേന്ദ്രമോദിയിൽ എത്തിക്കാനുള്ള ആ ബിസിനസ് വൈഭവമാണ് ഇങ്ങനെ ഒരു പെയ്ഡ് ഇന്റർവ്യൂ നടത്തിയതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സതീശൻ ആകരുത്? അതായി കഴിഞ്ഞാൽ കേരളം സംഘപരിവാറിന്റെ ഈറ്റില്ലമായി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അദ്ദേഹം കേരളത്തിലെ ചിന്താശേഷി ഇല്ലാത്ത ലീഗന്മാരെ കുപ്പിക്കകത്തിറക്കി ഇംഗ്ലീഷ് ഇന്റർവ്യൂ വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അദ്ദേഹം നടത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് ഈ പറയുന്ന അല്പബുദ്ധികൾ എന്ന് പറയുന്നത്. ആ മതവികാരവുമായിട്ട് ഇങ്ങനെ എപ്പോൾ വ്രണപ്പെടട്ടെ എന്ന് നടക്കുന്നവരെ വിദഗ്ധമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്ന കേരളത്തിലേക്ക് താൻ എന്ന പരവതാനിയിലൂടെ കടന്നു വരാൻ അവസരമുണ്ടെന്ന് ഒരു അഭിമുഖത്തിലൂടെ ആ വ്യക്തിയെ താൻ റോൾ മോഡലാക്കിയിരിക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു സന്ദേശം അവിടെ എത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. അത് ചിന്തയില്ലാത്തവർ ചെയ്ത പ്രവർത്തനത്തിന് വരും കാലങ്ങളിൽ ഇപ്പോൾ ആഘോഷിക്കുന്നില്ലേ? തൃണമൂലിനെ ആഘോഷിച്ചിരുന്നു ഇടതുപക്ഷത്തെ തകർത്തപ്പോൾ, അതുപോലെ തന്നെ കോൺഗ്രസിനെ ആഘോഷിക്കുന്നു. ഒന്നിപ്പോൾ നേരെ ബംഗാളിലേക്ക് നോക്കുക. നാളുകളിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു സാമ്പിളാണ് ഇതൊക്കെയെന്ന് വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ചില കാപട്യമായിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങളുടെ മുന്നിൽ വിദഗ്ധമായി അഭിനയിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിദഗ്ധമായി അവർക്ക് ന്യായീകരിച്ച് നിൽക്കാനുള്ള വാക് സാമർഥ്യം ഉണ്ടാകുമ്പോൾ പലതും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എല്ലാം അന്തർധാരയിലൂടെ എൻ്റെ ഒരു ആഗ്രഹം സബലീകരിക്കണം. ആ സബലീകരിക്കാൻ വേണ്ടി ഞാൻ ഈ നാട്ടിലേക്ക് കടന്നു വരാൻ പാടില്ലാത്തവരെ വരെ കടന്നു വരാൻ എൻട്രി കൊടുത്ത് എൻ്റെ ആഗ്രഹം സാധിച്ചു അവിടെ എത്തി. ഇനി നാളെ ഇവിടെ എന്ത് നടന്നാലും എൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഈ നാട്ടിൽ
നാട്ടിൽ താമര വിരിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം വരുമ്പോൾ അത് സർവ്വസാധാരണമല്ലേ, ജനവിധിയല്ലേ. അവർ നിയമസഭയിൽ ഇനിയിപ്പോൾ വരും, അവരവരുടെ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും. നമുക്ക് അവിടെ നിന്ന് വേണ്ടതെല്ലാം ഇവരിലൂടെ നമുക്ക് എത്തിക്കാൻ വേണ്ടി ആള് വേണ്ടേ, അതിന് നമുക്ക് മധ്യസ്ഥർ വേണ്ടേ, അതിന് നമ്മൾ ഇവരെ പിണക്കി നിർത്തിയാൽ നടക്കുമോ? അപ്പോൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചിന്താശേഷി ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന പ്രതികരണമാണെന്ന് മാത്രമേ അതിനെ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടറിഞ്ഞോളൂ.